നമസ്കാരം. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായി മുൻ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അതായത് രാജീവ് ചന്ദ്രശേഖർ ആകണം സംസ്ഥാനത്തിൻ്റെ പുതിയ അധ്യക്ഷനെന്ന് കേന്ദ്ര നേതൃത്വത്തിന് താല്പര്യമുണ്ടായിരുന്നു. കേന്ദ്ര നേതൃത്വം ആ പേരാണ് സംസ്ഥാന കോർ കമ്മിറ്റിയിൽ ഇന്ന് നിർദ്ദേശിച്ചത്. സംസ്ഥാന കോർ കമ്മിറ്റി ഏകകണ്ഠേന ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന കേന്ദ്ര നേതൃത്വം പറഞ്ഞ പേരിനോട് യോജിച്ചു. അതിനുശേഷം രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന കാര്യാലയത്തിലെത്തി തിരഞ്ഞെടുപ്പ് പത്രിക നൽകി, പ്രകടന പത്രിക നൽകി. ഈ പ്രകടന പത്രിക നൽകുന്ന സമയത്ത് ബി.ജെ.പിയുടെ സമുന്നതരായ കോർ കമ്മിറ്റിയിലുള്ള എല്ലാ നേതാക്കളും രാജീവ് ചന്ദ്രശേഖറിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇതിനിടയിൽ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാൻ 24 എന്ന മാധ്യമവും ആ 24-ലെ റിപ്പോർട്ടർ എസ് ശ്രീകാന്തും ശ്രമിച്ചിരുന്നു. അത് മറ്റൊന്നുമല്ല, ശോഭാ സുരേന്ദ്രൻ അതൃപ്തയാണ്. എല്ലാ തവണത്തെയും പോലെ പാലക്കാട് തിരഞ്ഞെടുപ്പ് വന്നാൽ ശോഭാ സുരേന്ദ്രൻ അതൃപ്തയാണ്. മറ്റേതെങ്കിലും തിരഞ്ഞെടുപ്പ് വന്നാൽ ശോഭാ സുരേന്ദ്രൻ അതൃപ്തയാണ്. ഈ ബി.ജെ.പി സംഘടനാ തിരഞ്ഞെടുപ്പ് വന്നാൽ അതിലും ശോഭാ സുരേന്ദ്രൻ അതൃപ്തയാണ് എന്നൊക്കെ എടുത്തു കാണിക്കാനായി, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ബി.ജെ.പിയിൽ കുഴപ്പമുണ്ട് എന്നെടുത്തു കാണിക്കാനായി പലരും ഉപയോഗിക്കുന്ന പേരാണ് ശോഭാ സുരേന്ദ്രൻ. അങ്ങനെ ശോഭാ സുരേന്ദ്രൻ എവിടെ എന്നൊരു അന്വേഷണമാണ് 24-ൻ്റെ റിപ്പോർട്ടർ നടത്തിയത്. നോക്കിയപ്പോൾ ശോഭാ സുരേന്ദ്രൻ റോഡിലൂടെ നടന്നു പോകുന്നു. അങ്ങനെ നടന്നുപോയ ശോഭാ സുരേന്ദ്രനോട് എസ് ശ്രീകാന്ത് പല ചോദ്യങ്ങളും ചോദിക്കുന്നു. ആദ്യഘട്ടത്തിൽ അവർ അതിന് മറുപടി നൽകാതെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ 24-ൽ ബ്രേക്കിംഗ് ആയി വന്ന വാർത്ത എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന പ്രസിഡന്റാക്കിയതിൽ ശോഭാ സുരേന്ദ്രന് എതിർപ്പ്, ശോഭാ സുരേന്ദ്രൻ വിട്ടുനിൽക്കുന്നു എന്നൊക്കെയായിരുന്നു. എന്നാൽ അല്പസമയത്തിനുള്ളിൽ തന്നെ, അതായത് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ചടങ്ങ് തീരുന്നതിന് മുമ്പ് തന്നെ അവർ ബി.ജെ.പി ഓഫീസിലെത്തി. ഈ പറയുന്ന റിപ്പോർട്ടർ ഉണ്ടാക്കിയ വ്യാജ വാർത്തയ്ക്ക് വളരെ കൃത്യമായ മറുപടി നൽകുകയും ചെയ്തു എന്നുള്ളതാണ്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ഞാൻ എല്ലാ പാർട്ടിയുടെയും നേതാക്കളെ പോലെ തന്നെയാണ് എൻ്റെ പ്രവർത്തകരോടൊപ്പം വളരെ സന്തോഷത്തോടുകൂടി നിൽക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് താൻ പ്രത്യേകിച്ച് എനിക്കെതിരായിട്ടുള്ള യാതൊരു അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് നിങ്ങളുടെ താല്പര്യം. ഇതിപ്പോ ഏകകണ്ഠമായ തീരുമാനമാണെന്നാണ് പറഞ്ഞത്. ചേച്ചി ഏകകണ്ഠമായ തീരുമാനമാണെന്നാണ് പറഞ്ഞത്. ഏകകണ്ഠമായ തീരുമാനമായിരുന്നു. ഏകകണ്ഠമായ തീരുമാനമല്ലേ? ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ തീരുമാനമെടുത്ത് നോമിനേഷൻ കൊടുക്കുന്ന ഒരു സമയത്ത് അങ്ങോട്ട് പോകുന്നതിന് പകരം വഴിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ എൻ്റെ പിറകിൽ ഓടി വന്ന് ചോദ്യം ചോദിക്കുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണ്? ഇവിടെ നോമിനേഷൻ നടപടികൾ ഏറെക്കുറെ അവസാനിച്ചു കഴിഞ്ഞു. ഏറെക്കുറെ അവസാനിച്ചിട്ടില്ല, നോമിനേഷൻ സമർപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ട നോമിനേഷൻ നടപടികളെല്ലാം അവസാനിച്ചതാണ്. അതിനെന്താ, സന്തോഷമല്ലേ? നോമിനേഷൻ നടപടികൾ അവസാനിപ്പിക്കുകയും ഞങ്ങളുടെ പുതിയ പ്രസിഡന്റിനെ ഞങ്ങളെല്ലാവരും ചേർന്ന് വരവേൽക്കും. അതുപോലെ തന്നെ ഡ്രൈവറെയും ഞാൻ ഇറങ്ങുന്ന സമയത്ത് കാണാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ നടന്ന് ഹൊറൈസൺ ഹോട്ടലിലേക്ക് വരികയാണ്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു വാർത്ത ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നിപ്പോൾ രാജീവ് ചന്ദ്രശേഖരന് പിന്തുണയാണോ? ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖരനെ പുതിയ അധ്യക്ഷനായി തീരുമാനിച്ചു. എങ്ങനെ കാണുന്നത്? ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ സിഗ്നേച്ചർ ചെയ്തുകൊണ്ടല്ലേ നോമിനേഷൻ സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ഒരു ചോദ്യത്തിന് തന്നെ എന്താണ് അടിസ്ഥാനമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞങ്ങൾ വളരെ സന്തോഷത്തിൽ കാറിൽ കയറി പോരാൻ ശ്രമിക്കുന്നതിനിടയിൽ എനിക്ക് എൻ്റെ ഡ്രൈവർ വന്നു, വണ്ടിയും വന്നു. അപ്പോൾ 2 മിനിറ്റ് വൈകിപ്പോയി. തിരുവനന്തപുരമല്ലേ, ട്രാഫിക്കിനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇത് ഇത്രമാത്രം വേഗതയിൽ നിങ്ങൾ വാർത്തയാക്കുന്നത്. ഞാൻ ഇന്നലെ കൊടുങ്ങല്ലൂരിലെ, തൃശ്ശൂർ ജില്ലയിലെ മയക്കുമരുന്നിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു പോരാട്ടത്തിലായിരുന്നു, ഒരു സമരത്തിലായിരുന്നു. ഒരൊറ്റ വരി വാർത്ത ഒന്നിലും കണ്ടില്ലല്ലോ. അപ്പോൾ ഈ നാടിനെ നന്നാക്കാൻ ശ്രമിക്കുന്നതിനെ കുറിച്ച് കൂടുതൽ എല്ലാവരും ചേർന്നുകൊണ്ട് വാർത്ത ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ നല്ലത് എന്ന് ഞാൻ ചോദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് അല്ല, എന്നെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നില്ല. എന്നെ ചില പ്രത്യേക തൽപര കക്ഷികൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശോഭാ സുരേന്ദ്രന് എന്തെങ്കിലും തരത്തിലുള്ള ക്ഷതമേൽപ്പിക്കാൻ സാധിക്കുമോ എന്ന് റിസർച്ച് ചെയ്യുന്ന ആളുകളുണ്ട്. അത് കുറച്ച് നാൾ അവർ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം നിങ്ങളിവിടെ മുന്നിൽ നിന്നതുകൊണ്ടാണല്ലോ എനിക്ക് അങ്ങോട്ട് എത്താൻ വൈകിയത്. ഞാൻ ഹൊറൈസൺ ഹോട്ടൽ മുതൽ ഒരു പ്രത്യേകമായിട്ട് ഒരാൾ എൻ്റെ പിറകിൽ, എൻ്റെ കാറിന് മുന്നിൽ ചാടിയിട്ട് എന്തെങ്കിലും അപകടം വരുത്തരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതൊന്നുമല്ല പ്രവർത്തനം, ഇതൊന്നും ശരിയല്ല. കാരണം കൂടുതൽ ഞാൻ പറയുന്നില്ല. കാരണം മാധ്യമ സുഹൃത്തുക്കൾ എന്ന് പോലും പറയരുത് എന്ന് എന്നോട് ചില ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുകയാണ്,
നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഈ നാടിനെ മാറ്റിമറിക്കാൻ ആവശ്യമായിട്ടുള്ള നല്ല കാര്യങ്ങളിലേക്ക് കടക്കാമെന്നാണ് എനിക്കിപ്പോൾ തൽക്കാലം പറയാനുള്ളത്. ശോഭാ സുരേന്ദ്രൻ്റെ ഒരു ഇനിയിപ്പോൾ പുതിയ സംസ്ഥാന നേതൃത്വം വരെയാണ്. സംസ്ഥാന നേതൃത്വത്തിനൊപ്പം നേരത്തെയും സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗമായിരുന്നു. ഇനി ശോഭാ സുരേന്ദ്രൻ പാർട്ടിയിൽ എന്താണ്? അതെന്താ? അല്ലല്ല, നോക്കൂ, എന്നോട് മാത്രം എന്താണ് ഈ ചോദ്യം? ഈ കോർ കമ്മിറ്റിക്ക് അകത്തുള്ള ഏതെങ്കിലും വേറൊരാളോട് നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. ഇനി വാർത്ത കണ്ടതിന് ശേഷം ഞാൻ അതിനെക്കുറിച്ച് പറയാം. ശോഭാ സുരേന്ദ്രൻ്റെ മാത്രം എന്താ, എനിക്കെന്താ കൊമ്പുണ്ടോ? എന്തുകൊണ്ടാണ് എന്നോട് മാത്രം ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കുന്നത്? ശോഭാ സുരേന്ദ്രൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ ഈ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വീടുകൾക്കകത്തുള്ള, നിങ്ങൾ ഇതുപോലെ എന്നോട് ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾ എന്താണ് കോർ കമ്മിറ്റിയിൽ ഇല്ലാത്തത്? അപ്പം ഞാൻ എന്താ ഉത്തരം പറഞ്ഞത്? ജനങ്ങളുടെ ഹൃദയത്തിനകത്ത്, വീടുകൾക്കകത്ത് കോർ കമ്മിറ്റിയിൽ ഞാനുണ്ട്. നിങ്ങൾ വിടാൻ ഉദ്ദേശമില്ലല്ലോ. ഒരു നല്ല കാര്യം നടക്കുമ്പോൾ, ഒരു നല്ല ദിവസം, ഞങ്ങളുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ ചാർജ് എടുക്കുന്ന സമയത്ത് പോലും ഇതിനകത്തൊരു കുത്തിത്തിരിപ്പ് വാർത്തയുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിറകിൽ ആരാണ് പ്രവർത്തിക്കുന്നത്? അതല്ലേ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഏറെ സാധ്യത കൽപ്പിക്കപ്പെട്ട ശോഭ. ഇതാണ് അവിടെ നടന്നത്. അതായത് ഹോട്ടലിൽ നിന്നിറങ്ങിയ, അതായത് കോർ കമ്മിറ്റി യോഗം നടന്നത് തലസ്ഥാനത്തെ പ്രമുഖ ഹോട്ടലായ ഹൈസിന്തിലാണ്. അവിടെ നിന്നും ഇറങ്ങി വരുന്ന ശോഭാ സുരേന്ദ്രനെയാണ് നമ്മൾ കാണുന്നത്. അതായത് ശോഭാ സുരേന്ദ്രൻ്റെ വാഹനമോ ഡ്രൈവറെയോ അപ്പോൾ കാണാനില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ നടന്ന് തൊട്ടടുത്തുള്ള അവർ താമസിക്കുന്ന ഹോട്ടൽ ഹൊറൈസണിലേക്ക് പോയി. അവിടെ നിന്നും ഡ്രൈവറെയും അത് ഒപ്പം വിളിക്കുകയും ആ കാറിൽ പിന്നീട് അവിടെ നിന്ന് നേരിട്ട് ഒരു 2-3 മിനിറ്റ് ഒരു പക്ഷേ ശോഭാ സുരേന്ദ്രൻ BJP ഓഫീസിലെത്താൻ താമസിച്ചു കാണും. ഈ താമസമാണ് 24ൻ്റെ റിപ്പോർട്ടർ ഈ തലത്തിൽ ശോഭാ സുരേന്ദ്രന് എതിർപ്പ് എന്ന് കാണിച്ചുകൊണ്ട് വാർത്ത കൊടുക്കാൻ നോക്കിയത്. പക്ഷേ ശോഭാ സുരേന്ദ്രൻ അതിന് കൃത്യമായ മറുപടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് തന്നെ നൽകുകയും ചെയ്യുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.